ഇത് മദീനയിലെ ഉഹുദ് മലയുടെ പിൻഭാഗം. ഉഹുദ് മലയും യുദ്ധവും വില്ലാളികൾ നിന്ന കുന്നുമെല്ലാം തീർത്ഥാടകർക്ക് പരിചിതമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ അടച്ചുകെട്ടിയ ഈ ചെറുഗുഹ അധികമാർക്കും അറിയില്ല. എന്നാൽ കേട്ടവരേറെ ഉണ്ടാവുകയും ചെയ്യും. ഉഹുദ് യുദ്ധത്തിൽ പരിക്കേറ്റ പ്രവാചകനെ കിടത്തിയ ഗുഹയാണിത്. പ്രവാചകൻ ഉഹുദിൽ വധിക്കപ്പെട്ടു എന്ന് കിംവദന്തി പരന്നിരുന്നു. അന്ന് പരിക്ക് പറ്റി മുൻപല്ലിൽ നിന്നും കാൽമുട്ടിൽ നിന്നും ചോരയൊലിച്ച പ്രവാചകരെ ഈ ചെറുഗുഹക്കകത്താണ് പരിചരണത്തിനായി കിടത്തിയിരുന്നത്. ഇതിന് താഴെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു പള്ളി ഈ അടുത്ത് കണ്ടെടുത്തത് ഇപ്പോൾ പുനഃസ്ഥാപിക്കുകയാണ്. ഉഹുദ് യുദ്ധം നടന്ന ദിവസം മലയുടെ താഴ്വാരത്ത് വെച്ച് പ്രവാചകനും അനുചരന്മാരും ഉച്ചക്കുള്ള നമസ്കാരം നിർവഹിച്ചിരുന്നു. പിൽക്കാലത്ത് ഇവിടെ നിർമ്മിക്കപ്പെട്ട ചെറുപള്ളി മസ്ജിദുൽ ഫസഹ് എന്ന് അറിയപ്പെട്ടു. കാലാന്തരത്തിൽ ഇത് നശിച്ചു പോവുകയും മണ്ണിനടിയിൽ പെടുകയും ചെയ്തു. പിൽക്കാലത്ത് പള്ളിയായി അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നും 10 മീറ്റർ മാറിയാണിപ്പോൾ പുരാതനമായ ആ പള്ളിയുടെ അടയാളങ്ങൾ കണ്ടെടുക്കുന്നത്. ഇവയെല്ലാം പഴമയോടെ പൂർവസ്ഥിതിയിലേക്ക് മാറ്റുന്ന പദ്ധതി തുടരുകയാണ്. വേറെയും ചരിത്രത്തിന് ഉഹുദ് യുദ്ധ ദിവസം ഈ പള്ളി നിൽക്കുന്ന ഭാഗം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ പള്ളി നിൽക്കുന്ന ഭാഗത്ത് പ്രവാചകനൊപ്പം നമസ്കാരത്തിനുള്ള വരിയിൽ ഇടം കിട്ടാൻ അനുചരന്മാർ തിക്കിത്തിരക്കിയിരുന്നു. സദസ്സിൽ സ്ഥല സൗകര്യമുണ്ടാക്കി കൊടുക്കണമെന്ന് പ്രവാചകൻ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇക്കാര്യം പരാമർശിച്ചുകൊണ്ട് താമസിയാതെ ഖുർആൻ വചനമിറങ്ങുകയും ചെയ്തു. അതിപ്രകാരമായിരുന്നു: സത്യവിശ്വാസികളെ, സദസ്സുകളിൽ വിശാലത ചെയ്യൂ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സൗകര്യപ്പെടുത്തണം. എങ്കിൽ അള്ളാഹു നിങ്ങൾക്കും വിശാലത ചെയ്യും. പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശമുണ്ടായാൽ എണീറ്റ് പോവുകയും വേണം. ഇതായിരുന്നു ആ ഖുർആൻ സൂക്തത്തിന്റെ അർത്ഥം. അതിന് സാക്ഷ്യം വഹിച്ച ഭാഗം കൂടിയാണ് ഉഹുദിന് താഴെയുള്ള ഈ പള്ളി. മറഞ്ഞുകിടക്കുന്ന ഒട്ടേറെ ചരിത്രഭൂമികളുണ്ട് മദീനയിൽ. അവയോരോന്നും പഴമ നിലനിർത്തി വിശ്വാസികൾക്കായി പുനർജനിക്കുകയാണ്.